അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഓണാഘോഷ പരിപാടി കാണാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ലേറ്റാണ്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ 21ാമത്തെയൊക്കെ ഫ്ലോട്ട് പോയി തുടങ്ങി. അല്ല 18ാമത്തെ തുടങ്ങി. അപ്പോൾ ഇനി ബാക്കി നമുക്ക് കാണാം. അവിടെ നിന്ന് ഓരോന്നോരോന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെറുപറ നിങ്ങൾക്ക് ഒട്ടിച്ച് കുറേ കാണിക്കാം. ഓക്കെ, ഞാനെല്ലാം ഷൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് ISRൻ്റെയാണ്. ബാക്കി ഇതിൻ്റെ പുറകെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ബാക്കി കണ്ടിട്ടോ. ഇതാ നമ്മുടെ ചെണ്ടമേളമാണ്. ചെണ്ടമേളം കഴിഞ്ഞിട്ട് സ്മാർട്ട് കൃഷീൻ്റെ ഒരു ഫ്ലോട്ടാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാനിങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് എല്ലാം എടുത്തിട്ടില്ല കേട്ടോ, എല്ലാം ഒന്നുമില്ല. നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ 21ാമത്തെയായി. അപ്പോൾ നല്ല ആൾത്തിരക്കുണ്ടായിരുന്നു. നമ്മൾ എവിടെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കോർപ്പറേഷൻ ഓഫീസിൻ്റെ അടുത്തോട്ട് വന്ന് നടന്നു. ഇതേത് സ്കൂൾ പിള്ളേരുടെ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്ററിനൂടെ. ഓക്കെ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോ. നല്ല തിരക്കുണ്ടായിരുന്നു ആ ഡൈസ്, നല്ല തിരക്കുണ്ടായിരുന്നു. ഇതടുത്ത് ഏതോ ഒരു ഫ്ലോട്ട് വരുന്നുണ്ട്. ചെറിയൊരു വ്ളോഗാണ്, ഒരു 4 മിനിറ്റേ ഉള്ളൂ ഈ റോമോളർ വ്ളോഗ്. 5-6 മിനിറ്റ് കാണത്തുള്ളൂ. ഓക്കെ, ഇത് മറ്റേ 181 ഹെൽപ്പ് ലൈനിൻ്റെ ഒരു ഫ്ലോട്ട്. ഇത് കുറേ രൂപങ്ങളല്ല, നമ്മളെ വേഷം കെട്ടിയ ആൾക്കാർ. പക്ഷേ ഇതെന്തൊരു ജഡായോ ഇങ്ങനത്തെ കുറേ പരുന്ത്. കമൻറ്റ് ചെയ്ത് ഇതൊക്കെ എന്താണെന്ന്. ഓക്കെ, ഇതൊക്കെ കമൻറ്റ് ചെയ്യണേ. ഓരോന്നും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇത് നമ്മുടെ ഔഷധി എന്ന് പറഞ്ഞിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. പിണറായി സർക്കാരിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് ഓരോരോ രൂപങ്ങൾ പോകുന്നുണ്ട്. ഓക്കെ, വേഷം കെട്ടി. അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ച് കണ്ടോ. ഓക്കെ, ഹായ്, ഹലോ. അപ്പോൾ അതാ കുറേ പൂമ്പാറ്റകൾ ബാക്കിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതാ ഒട്ടിച്ച് കണ്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തീർന്നതാണ്. ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലായോ? ഞാനൊന്നും മനസ്സിലായില്ല. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരട്ടെ, നമുക്ക് നോക്കാം. ഇപ്പോൾ 92ാമത്തെയായി. ഇടയ്ക്ക് കുറേ ഞാൻ സ്കിപ്പ് അടിച്ചായിരുന്നു. ഓക്കെ, ഇപ്പോൾ 92ാമത്തെ ഫ്ലോട്ടാണ് വരുന്നത്. നോക്കട്ടെ ഇതെന്ത് സംഭവം. ഓക്കെ, ഇതെന്തോ മറ്റേ വിമുക്തി നേർവഴി. ഓക്കെ, മറ്റേ ഇതിൻ്റെയൊക്കെയാണ്. അത് പോട്ടെ, നിങ്ങൾ കണ്ടല്ലേ. അപ്പോൾ ഇത് കുരങ്ങൻ 33 95 കഴിഞ്ഞ് 33. ഇതാണ് ഞാൻ പറയാൻ വന്നത്. ഇവർ ഓർഡറിൽ അല്ല നേരെ ഈ ഫ്ലോട്ടൊക്കെ വിട്ട് 95 കഴിഞ്ഞ് 33 അങ്ങനെ ഓരോ ഷഫിളാക്കിയിട്ട് വിട്ട് ടോട്ടൽ 151 എന്തോ ഉണ്ട്. കുരങ്ങൻ ടാറ്റയും പറഞ്ഞുകൊണ്ട് ഇതാ പോകുന്നു. സോറി കുരങ്ങനല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കമൻറ്റ് ചെയ്യും നിങ്ങളത് എന്താണെന്ന്. ഓക്കെ, അല്ല ഇത് മറ്റേ കളരിപ്പയറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. അതന്നെ. അപ്പോൾ അത് ഓരോ രൂപങ്ങൾ വരുന്നുണ്ട്. അവിടെ കളരിപ്പയറ്റ് അതിമനോഹരമായി നടക്കുന്നുണ്ട്. ബാക്കിൽ നിന്ന് മയിൽ ഒക്കെ വരുന്നുണ്ട്, മയിലാട്ടം. അപ്പോൾ നോക്ക്, ബാക്കിയൊക്കെ നിങ്ങൾ കാണുക ഗൈസ്. ഓക്കെ, അങ്ങനെ
ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്തോട്ട് പോയി ഒരു കടയിൽ കയറി ചാർജിനിട്ടു. എന്നിട്ട് നമ്മൾ നേരെ മ്യൂസിയത്തോട്ട് വന്നു. ഓക്കെ, കനകക്കുന്നിലോട്ട് വന്നു. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അകത്ത് കുറേയൊക്കെ ചുറ്റി. അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഇന്ന് രാത്രി നമുക്ക് വിനീത് ശ്രീനിവാസൻ്റെ പരിപാടിയുണ്ട്, ബാൻഡിൻ്റെ. അപ്പോൾ അതിന്ന് കാണണം. ഓക്കെ, അതിൻ്റെ കുറച്ച് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്ര തന്നെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് കുറച്ച് ക്ലിപ്സാണ് വിനീത് ശ്രീനിവാസൻ്റെ പരിപാടിക്കുള്ള. ഇത് എന്താണ് ഇതെന്ത് ചാകരയാണ്. വേടം വന്നപ്പോൾ ഒരു ഇത്ര തിരക്കില്ലായിരുന്നു. ഇത് ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നുകൊണ്ടായിരിക്കും ഇത്ര തിരക്ക്. അപ്പോൾ നിങ്ങൾ ഈ പാട്ടും ബഹളമൊക്കെ കേട്ടോ. അതിസാഹസികമായാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പാട്ടൊക്കെ കേട്ടോ, എൻജോയ് ചെയ്തോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്. അപ്പോൾ എൻജോയ് ചെയ്തോ.